ഹായ് ഓൾ, സൈലത്തിന്റെ പുതിയ തുറപ്പ് ചീട്ടുകൾ നമ്മുടെ ബ്രാൻഡ് ന്യൂ ഫാക്കൽറ്റീസിന്റെ ഡേ 10ലേക്കാണ് നമ്മൾ കടക്കുന്നത്. അനന്തു സാറും LK സാറും PV സാറുമായിരുന്നു ഇത്രയും നാളും ബ്രാൻഡ് ന്യൂ ഫാക്കൽറ്റീസിനെ നിങ്ങളുടെ മുന്നിലേക്ക് ലോഞ്ച് ചെയ്തുകൊണ്ട്. ഡേ 10 ഞാൻ വരാൻ ഒരു പ്രത്യേക റീസൺ ഉണ്ട്, അത് തന്നെ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇന്നത്തെ ഫാക്കൽറ്റി ലോഞ്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ സ്പെഷ്യൽ ആണ്. കാരണം എന്റെ ഫേവറേറ്റ് ടീച്ചർ, നമ്മുടെ അനന്തു സാറിന്റെ ഫേവറേറ്റ് ടീച്ചർ, ഞങ്ങളെ ഗുരുസ്ഥാനീയനായ, ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ സോജി സാറാണ് ഇന്ന് ഫാക്കൽറ്റിയായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഞങ്ങളുടെ എൻട്രൻസ് പ്രിപ്പറേഷൻസിൽ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇക്വേഷൻസും ട്രിക്കുകളും സൊല്യൂഷൻസും എല്ലാം പകർന്നു തന്ന ഞങ്ങളുടെ സ്വന്തം സോജി സാറിനെ ഇവിടെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ സാറിനെ, നമ്മുടെ സോജി സാറിനെ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ബാക്കി നമ്മുടെ സാറ് പറയും. ഹായ് മക്കളെ, ഞാനും നിങ്ങളോടൊപ്പം സൈലം ഫാമിലിയിൽ കൈകാര്യം ചെയ്ത വിഷയം ഫിസിക്സ് ആണ്. കേട്ടപ്പോ തന്നെ ഒന്ന് മേടിച്ചായിരിക്കും അല്ലെ. ബയോളജി നമ്മൾ ഫുൾ അടിക്കും, കെമിസ്ട്രി നമ്മൾ അടിക്കും. സോറി, ഫിസിക്സ് എന്ന് കേൾക്കുമ്പോഴാണ് കുട്ടികളുടെ ഒരു നെറ്റിക്ക് ഒരു ചെറിയ ചുളുക്കൊക്കെ വരുന്നത്. നമുക്ക് ഫിസിക്സ് എങ്ങനെ അടിപൊളിയാക്കാം, 45-ൽ 45 നമുക്ക് എങ്ങനെ വാങ്ങിക്കാം, ഇതിനു വേണ്ടിയിട്ടാണ് നമുക്കിന്ന് ഒരു ചെറിയൊരു സെക്ഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നമുക്ക് 4 കയ്യിലിരുന്നതും പോയി, അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് മാർക്കും കൂടി വരികയാണെങ്കിൽ നമ്മൾ വെറുതെ 5 മാർക്കെന്നേ പറയുള്ളൂ. പക്ഷെ അത് റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരേ മാർക്കുകാർ 500-600 ഉണ്ടെങ്കിൽ നമുക്ക് 3000-4000 റാങ്കാ മാറുന്നത്. അങ്ങനെ നമുക്ക് അറിയാവുന്ന 2 ക്വസ്റ്റ്യൻ തെറ്റിയാൽ പണി വാങ്ങിച്ചു. ക്വസ്റ്റ്യൻ തെറ്റാതെ നമുക്ക് എങ്ങനെ ഷാർപ്പായിട്ട് ഷോർട്ട് ടൈമിൽ നമുക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ ലൈവിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ കൂടുതൽ ദൂരം വണ്ടി ഓടിച്ചാൽ ആക്സിഡന്റിന്റെ ചാൻസ് കൂടുതലാണ്. നമ്മൾ കുറച്ച് ദൂരെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ആക്സിഡന്റിന്റെ ചാൻസ് കുറവാണ്. നമുക്കറിയാം, ഒത്തിരി വണ്ടികളുമായിട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് കൂടിക്കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്കൂളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരികയാണെങ്കിൽ തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു 2015 മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ടൈം കൺസ്യൂം ചെയ്തൊക്കെ പ്രോബ്ലം ചെയ്താലും നമുക്ക് ഒരുമാതിരി റാങ്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം, കോമ്പറ്റീഷൻ കൂടി, 700-ന് മാർക്ക് കിട്ടണം. അപ്പൊ ഷോർട്ട് ടൈമിൽ ആക്യുറേറ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്യണം. നമുക്കൊരു സ്കൂളിൽ 60 റൂമുണ്ട്. ഈ 60 റൂമിന്റെയും കൂടി താക്കോല് ഒരു പാത്രത്തിലാക്കി എന്നോട് പറയുക, 27ാമത്തെ മുറിയിൽ പോയി ക്ലാസ് എടുത്തോളാൻ പറയുവാണെങ്കിൽ ഞാൻ ഈ ഓരോ താക്കോലും ഇട്ട് നോക്കണ്ടേ മക്കളെ? അതേസമയം ആ പ്രിൻസിപ്പൾ ഓരോ റൂമിന്റെയും നമ്പർ ഒരു താക്കോലിൽ എഴുതിയിട്ടേക്കാണെങ്കിൽ, കീച്ചെയിനിൽ എഴുതിയിട്ടേക്കാണെങ്കിൽ എനിക്ക് നേരിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ റൂം തുറക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ട്രിക്ക്. നമുക്ക് ഓരോ ഇക്വേഷനും വരാൻ ചാൻസ് ഉള്ള രീതിയിലേക്ക് പൊളിച്ചടുക്കി ഷോർട്ട് ഇക്വേഷൻസ് എടുക്കാം. അതിനുള്ള പരിപാടിയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ലൈവിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ലൈവിൽ വെച്ച് കാണാം ഏതെല്ലാം രീതിയിൽ പ്രോബ്ലം വരുമെങ്കിൽ ആ മെത്തേഡിലെല്ലാം ഓരോ ഇക്വേഷൻസ് ഉണ്ടാക്കി വെച്ച് അത് പഠിക്കാനുള്ള ഒരു ലോജിക്കും കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പ്രോബ്ലം വായിക്കുമ്പോൾ തന്നെ അതിന് പാകപ്പെട്ട ഇക്വേഷൻ എടുത്തിട്ടുണ്ട് പ്രോബ്ലം ചെയ്യാം. അപ്പൊ ആ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്ന 1 മിനിറ്റും വേണ്ട, 30 സെക്കൻഡും വേണ്ട, ചിലപ്പോൾ 10 സെക്കൻഡിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ 5 സെക്കൻഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ ആൻസർ നമുക്ക് കയ്യിലേക്ക് കിട്ടും. അപ്പൊ നിങ്ങളൊന്ന് വിചാരിക്കുക, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഷോർട്ട് ഇക്വേഷൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഒരു ഇക്വേഷൻ സൈലത്തിന് കിട്ടിയാൽ മതി, ഒരു ഇക്വേഷൻ കിട്ടിയാൽ മതി. ആ ഇക്വേഷനിൽ നിന്ന് എന്തെല്ലാം ആംഗിളിൽ ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് ഇന്ന് കൈകാര്യം ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇന്ന് ആലോചിക്കുമായിരിക്കും, സാർ ഏത് ചാപ്റ്റർ എടുക്കണേ? അതൊക്കെ നമുക്ക് അപ്പൊ പറയാം. നിങ്ങൾ എന്ത് ഉപയോഗിച്ചാല് ഒരു ബെസ്റ്റ് ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ പേര് നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് ഒന്ന് ഇട്ടോളൂ. ഞാൻ കമന്റ് വായിച്ചിട്ട് ആദ്യമേ ഇടുന്ന കുട്ടികൾക്ക് അതാ ഞാൻ എന്റെ ലൈവ് ക്ലാസ്സിൽ അവരുടെ പേരുകൾ പറയുന്നതാണ്. അപ്പൊ നമുക്ക് ലൈവ് തുടങ്ങുന്നത് വരെ ആകാംക്ഷയോടെ കൂടെ ഇരിക്കുക. അപ്പോ കാണാം, നമുക്ക് വൈകുന്നേരം 7 മണിക്ക് ഒന്നിച്ചു കൂടാം. ഫിസിക്സ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാകും, നമുക്ക് പൊളിക്കാം. നമുക്ക് ഇന്ന് കാണാം. നമ്മളെല്ലാവരും 7 മണിക്ക് എല്ലാവരും ഒന്നിച്ചു കൂടുന്നു. അപ്പം മറക്കാതെ കാണുക. 7 മണിക്ക് പബ്ലിക് ലൈവിൽ ഞാൻ ഉണ്ടാകും. ഞാൻ സോജി പീറ്റർ. ഓക്കെ, ബൈ. Xylem Learning App, അഭിമാനത്തിന്റെ ആദ്യ വർഷം.